ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാവരും പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫാമിലിയോടൊപ്പം ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫില്ലിംഗ് സ്റ്റിച്ചുകളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ്. പാഡഡ് സാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പാഡഡ് സാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ സർക്കിളിലാണ് നമ്മളത് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നത്. ഇതേപോലുള്ള ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ സർക്കിളാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ലെയർ ത്രെഡ് എടുത്തിട്ടുണ്ട്. 3 ലെയർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു ഔട്ട്ലൈനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതൊരു സർക്കിളാണ് വരച്ചിട്ടുള്ളത്. ഈ സർക്കിൾ ഔട്ട്ലൈനായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാം, സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാം, ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ കാറ്റഗറിയിൽ വരുന്ന സ്റ്റിച്ചുകളിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയെടുക്കാം. ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ സാറ്റിൻ സ്റ്റിച്ച് പോലെ ആയിരിക്കില്ല. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് നമ്മൾ ചെയ്യുന്നത് ഏത് പിക്ചറാണോ നമ്മൾ ചെയ്യുന്നത് അത് കുറച്ചുകൂടി ഒന്ന് പ്രൊജക്റ്റ് ആയിട്ട് കാണും. നമ്മൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പ്രൊജക്റ്റ് ആയിട്ട് കാണും. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആക്കി ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മളിത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സർക്കിൾ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു ചെറിയ സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മാർക്കിങ് പോലെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു രീതിയിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഞാൻ ഈ ഒരു ചെറിയ സർക്കിളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ നോർമൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാം ഈ സർക്കിളിനെ. ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ ഒരു സർക്കിളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു സർക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് ഓരോ ലെയറിൽ പാഡിങ് കൊടുത്ത് ഫിനിഷാക്കി എടുക്കുകയാണ്. അതാണ് ഈ ഒരു സ്റ്റിച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാഡഡ് സാറ്റിൻ എന്ന് പറയുന്ന സ്റ്റിച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സർക്കിളിനെ ഓരോ പാഡിങ് കൊടുത്ത് ഓരോ ലെയർ പാഡിങ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ലെയർ ഇതാണ് കൊടുത്തത്. ഇപ്പോൾ സെക്കൻഡ് ലെയർ നമുക്ക് ഈ ഒരു സർക്കിളും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഈ ഒരു സർക്കിളിൻ്റെ മുകളിലൂടെയാണ് ബാക്കിയുള്ള സ്റ്റിച്ചുകൾ വരുന്നത്. നമുക്കിനി ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെയ്ത സർക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ ലെയർ പാഡിങ് കൊടുക്കുന്നത്. ഈ ഒരു സൈഡും കൂടി നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു സർക്കിളും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലെയർ കൂടി നമ്മൾ കൊടുക്കും. ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു സർക്കിളിന് ഒരു ലെയറും കൂടി ഇതേപോലെ പാഡിങ് കൊടുത്തെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഔട്ട്ലൈൻ്റെ ഉള്ളിലാട്ടോ വരേണ്ടത് സ്റ്റിച്ച്, പുറത്തല്ല. ഈ ഔട്ട്ലൈൻ സ്റ്റിച്ച് നമ്മൾ കൊടുത്തതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയെടുക്കുക. നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള പാഡിങ് സ്റ്റിച്ച് എല്ലാം തന്നെ കവർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫൈനലായിട്ട് കൊടുക്കുന്ന പാഡിങ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ മൂന്നാമത്തെ ലെയറും പാഡിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ മൂന്നാമത്തെ ലെയർ കൂടി ചെയ്തെടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഫൈനൽ ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്ത ഔട്ട്ലൈനിൻ്റെ പുറത്തൂടെയാണ് നമ്മളിനി അടുത്ത സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാഡഡ് സാറ്റിനുള്ള സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. നമ്മളിതുവരെ ഇപ്പം ചെയ്തിട്ടില്ല, ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ്റെ ഉള്ളിലാണ്. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈൻ്റെ പുറത്താണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഔട്ട്ലൈനും കൂടി കവർ ചെയ്തിട്ടായിരിക്കും ഇനി നമ്മുടെ ഫൈനൽ സ്റ്റിച്ച് വരുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ്റെ പുറത്തോടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നതും പുറത്തേക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പാഡഡ് സാറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടില്ല, കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈന് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. നമുക്ക് ഇത്രയും നല്ല പൊങ്ങിയ ഒരു 3D പിക്ചറിൽ എഫക്റ്റ് പോലെയാണ് നമുക്ക് ഉണ്ടാവുക. അതാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫ്ലവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്കിനി ഇത് യൂസ് ചെയ്ത് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു മോട്ടീവ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരിക കേട്ടോ. നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഒരു കളർ ത്രെഡോ കാര്യങ്ങളോ ഒന്നും രണ്ട് സൈഡിലും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റിലെ ലെയറിൽ ഏത് കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അത് മാത്രം ചെയ്താൽ മതി. ഉള്ളിൽ ബാക്കി ഏത് കളർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഒരു പാഡിങ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ലെയറിൽ മാത്രം നമുക്ക് ആവശ്യമുള്ള, നമ്മൾ ഏത് പിക്ചർ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിനാവശ്യമുള്ള കളർ ത്രെഡ് യൂസ് ചെയ്യാം. ഉള്ളിൽ വേറെ ഏത് കളർ ത്രെഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് രണ്ട് സൈഡിലും നമ്മൾ ലാസ്റ്റത്തെ ലെയറിലുള്ള ത്രെഡ് മാത്രമേ കാണുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു മോട്ടീവ് ചെയ്തെടുക്കാം. പാഡഡ് സാറ്റിൻ്റെ മോട്ടീഫിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡക്കിൻ്റെ പിക്ചറാണ് വരച്ചെടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്ലൈനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചും കൊടുക്കാം കേട്ടോ. നമ്മുടെ ഔട്ട്ലൈൻ കാറ്റഗറിയിൽ വരുന്ന ഏത് സ്റ്റിച്ച് വേണമെങ്കിലും കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം, ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം, അങ്ങനെ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പമുള്ള സ്റ്റിച്ച് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, അതേപോലെ ചെയിൻ സ്റ്റിച്ച്, സ്പ്ലിറ്റ് സ്റ്റിച്ച്, ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൊടുക്കാം കേട്ടോ. ഇതുവരെ നമ്മുടെ ക്ലാസ്സിൽ കാണിച്ചിട്ടുള്ള എല്ലാ സ്റ്റിച്ചുകളും മോട്ടീഫ് സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. എന്തായാലും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു എല്ലാവരും കമൻറ്റിൽ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ മോട്ടീഫിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സർക്കിൾ നേരത്തെ ഞാൻ വരച്ചപ്പോൾ ഉള്ളിലൊക്കെ ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ചെറിയ സർക്കിളും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ഡക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പിക്ചേഴ്സോ കാര്യങ്ങളോ ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് പാഡിങ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ സർക്കിളോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ എന്തെങ്കിലും ഒന്ന് വരച്ചു കൊടുക്കാം.
നമുക്കത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഓരോ ലെയറും ചെയ്യാനുള്ള ഒരു ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതിന് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരു സ്പ്രെഡിങ് പോലെ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു ലെയർ, ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ പാഡിങ് നമുക്ക് ഈ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുത്തത് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഫില്ലിങ്ങിനൊക്കെ വേണമെങ്കിൽ ഏത് കളർ ത്രെഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ലാസ്റ്റത്തെ ഒരു ഫൈനൽ സ്റ്റിച്ച് കൊടുക്കുന്നത് മാത്രം നമ്മൾ കളർ ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്കത് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ലെയർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുള്ള ആ ഒരു ഈ ഒരു ബോക്സും കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടാമത്തെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തേർഡ് ലെയർ നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് തേർഡ് ലെയർ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ലെയറും പാഡിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈന് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ ഫൈനലായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഏത് കളറാണോ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആക്കി എടുക്കണം എന്നുള്ളത് ആ കളർ ത്രെഡാണ് നമ്മൾ ഫൈനൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ലാസ്റ്റിൽ നമുക്ക് ഉള്ളൊരു ഈ ഔട്ട്ലൈൻ്റെ പുറത്തോട് ചെയ്യുന്ന സ്റ്റിച്ചും കൂടി നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഫൈനൽ സ്റ്റിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ലെയർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ സ്റ്റിച്ചിൻ്റെ പുറത്ത് കൂടിയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഓരോ വീഡിയോസിലും ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണോ എന്നുള്ളത് എനിക്ക് നല്ല കൺഫ്യൂഷനാണ്. നമ്മൾ ചെയ്യുന്നത് പോലെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? അപ്പോൾ ഓരോ വീഡിയോസിൻ്റെ താഴെയൊക്കെ എനിക്ക് കമൻറ്റ് വരാറുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്, ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട്, നല്ല വീഡിയോ ആണ്, നല്ല ക്ലാസ് ആണെന്നൊക്കെ എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. കാരണം നമുക്ക് അത് കാണുമ്പോൾ അങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇതേപോലെയുള്ള നല്ലൊരു റെസ്പോൺസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ വീഡിയോസിലും ഞാൻ പറയുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്കത് ഉപകാരപ്രദമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം.
അതേപോലെ എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് വഴി നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമാവാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊരു കമൻറ്റിൽ പറയാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ സ്റ്റിച്ച് വരുന്നത്. നമ്മുടെ ഔട്ട്ലൈനിൻ്റെ പുറത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആക്കി എടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഡെക്കന് യെല്ലോ കളർ ത്രെഡാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ത്രെഡ് മാത്രമാണ് ഞാൻ ആ ഒരു കളർ മാത്രമേ ഞാൻ ലാസ്റ്റിലെ ലെയറിൽ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഏത് കളർ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്യാപ്പൊന്നുമില്ലാതെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് സമയമെടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് സമയമെടുക്കും. നിങ്ങൾ നന്നായിട്ട് സ്ലോ ആക്കിയിട്ട് ഓരോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സമയമെടുത്ത് ചെയ്യുക. അപ്പോഴേ നമുക്കതൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ള രീതിയിലല്ല കേട്ടോ നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സമയമെടുത്ത് ആ ഒരു നമ്മളെടുക്കുന്ന പിക്ചറിനനുസരിച്ചിട്ടുള്ള സ്റ്റിച്ചൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സമയമെടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതേപോലെ നിങ്ങളെടുക്കുന്ന ഓരോ പ്രാവശ്യം നിങ്ങളെടുക്കുന്ന വർക്കും കാര്യങ്ങളും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയമെടുത്ത് തന്നെ ചെയ്യാം. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് അത്ര പെർഫെക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ നന്നായിട്ട് സമയമെടുത്ത് സ്ലോ ആയിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് സ്റ്റിച്ച് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ വർക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സ്റ്റിച്ചുകളും നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന ഭാഗം കൂടി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മാർക്കിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോരോ ലെയറിൽ പാഡിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെടുക്കുന്ന മോട്ടിഫിനനുസരിച്ചിട്ടുള്ള പാഡിങ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ പിക്ചറിനനുസരിച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ഓരോ പാഡിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പാറ്റേണോ കാര്യങ്ങളോ വരച്ചു കൊടുക്കാൻ പറ്റുന്നത് നമ്മളെടുക്കുന്ന മോട്ടിഫിനനുസരിച്ചിട്ടുള്ള പാറ്റേൺസ് ഉള്ളിൽ വരച്ചു കൊടുത്താൽ മതി. നമുക്ക് ഓരോരോ ലെയർ ഫില്ല് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഞാനിത് ആദ്യത്തെ ലെയർ ഞാനിങ്ങനെ പാഡിങ് കൊടുത്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ പാഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെക്കൻഡ് ലെയർ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെക്കൻഡ് ലെയർ പാഡിങ്ങും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോട്ടിഫ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ
ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ. കാരണം നമുക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് ടൈം എടുത്തിട്ട് ചെയ്യുന്നൊരു സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടീവ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്ത ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫൈനൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മോട്ടിഫിൽ നമ്മൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ലൈനിൻ്റെ ഉള്ളിലൂടെയുള്ള സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള ഒരു പാഡിങ് സ്റ്റിച്ച് മാത്രമേ നമുക്ക് ചെയ്തെടുക്കാനുള്ളൂ. നമ്മുടെ ലാസ്റ്റ് ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഫൈനൽ സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈനിൻ്റെ പുറത്തുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഒരു ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ത്രെഡോ കാര്യങ്ങളോ ഒന്നും കാണരുത്. ഒരു ഗ്യാപ്പും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ പാഡഡ് സാറ്റിൻ്റെ മോട്ടിഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാം. നിങ്ങൾ ഇതേപോലുള്ള നല്ല നല്ല പിക്ചേഴ്സൊക്കെ നോക്കി ചെയ്ത് മോട്ടിഫൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് സൈഡ് വെച്ചൊന്ന് അയൺ ചെയ്ത് 4 സൈഡ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ പറയുകയാണ്, നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത് അയൺ ചെയ്തതിന് ശേഷം 4 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളുടെ റെക്കോർഡിലേക്ക് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കണ്ണിൻ്റെ ഭാഗത്ത് നോർമൽ സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ പാഡഡ് സാറ്റിൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള മോട്ടിവുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ കമൻറ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക.
നിങ്ങൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.